പ്രിയമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഡേവുഡ് ഹാളിലെ ചിത്രകലാ പ്രദർശനം നാളെ അവസാനിക്കുകയാണ്. 15 ദിവസം ഈ ചിത്രം ആസ്വദിച്ചാലേറെയും വിദേശികളാണ്. ഇത് വാങ്ങിച്ച് എന്നെ സപ്പോർട്ട് ചെയ്തതും കൂടുതലും അവരാണ്. ഈ ഡേവിഡ് ഹാൾ ഇതിൻ്റെ മാനേജറായിട്ടുള്ള ബിനു കോശി, അതിനപ്പുറം ഇതിൻ്റെ ഈ ഡേവിഡ് ഹാളിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ജോസ് ഡൊമിനിക് എന്ന് പറയുന്ന സുഹൃത്ത്, അതിനപ്പുറം OMC എൻ്റർടൈൻമെൻറ്റ്സ്, അവരുടെ സപ്പോർട്ടാണ് എനിക്ക് വളരെ കാര്യമായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തന്നത്. ഞാൻ ഒരുപാട് പേരുടെ പറയണമെങ്കിൽ ഒരുപാട് പേരെ പറഞ്ഞില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവരുത്. എങ്കിലും ജിൻസൺ മാത്യു, അതേപോലെ തന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള പ്രതാപൻ നെല്ലിക്കത്തറ, നാസർ, ഇങ്ങനെ കുറേ പേരുണ്ട്. ഇതൊക്കെ നമ്മൾ അവസാനം നന്ദി പറയുമ്പോൾ പറയേണ്ടതാണ്. പക്ഷേ ഇനി നന്ദി പറച്ചിലും കാര്യങ്ങളും അങ്ങനെയുള്ളൊരു ഫോർമാറ്റ് കടക്കുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഷിൻസിയ എൻ്റെ ശിഷ്യാണ്, അവരും ഇതിൻ്റെ ക്യൂറേറ്ററുള്ള ആളാണ്. പിന്നെ ഇവിടെ വന്നെത്തിയിരുന്നിട്ടുള്ള എൻ്റെ അങ്ങേയറ്റം ആത്മബന്ധം ഉള്ള ആൾക്കാരെ, സുഹൃത്തുക്കളെ ഞാൻ പരിചയപ്പെടുത്താം. ആദ്യമായി കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാനും ഞാൻ പഠിച്ച വിദ്യാലയത്തിലെ എൻ്റെ ജൂനിയറായി പഠിക്കുകയും ശാന്തിനികേതനിലും അതേപോലെ തന്നെ വിദേശത്തും പോയി പഠിച്ച, ഇന്ന് കേരള സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഒരു ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന മുരളി ചീരോത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഈ ചിത്ര രചനയുടെ സമാപനം നാളെന്ന് പറഞ്ഞു, പക്ഷേ ഇന്നത്തെ ഈ ഫംഗ്ഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന അദ്ദേഹമാണ്. എല്ലാവരും തിരികൊളുത്താൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് വിളിക്കുള്ളൂ. മറ്റൊന്ന് സത്യൻ അന്തിക്കാട്, മലയാള സിനിമയിലെ കുടുംബ സദസ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു അടിവരയിടുന്നില്ല, അവിടെ നിർത്തേണ്ട ഒരാളല്ല സത്യൻ. അതിനേക്കാളപ്പുറം നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും വളരെ കാര്യമായും ഹാസ്യമായും ഒക്കെ പ്രസൻറ്റ് ചെയ്യുകയും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത്രയൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകൻ മലയാള സിനിമയിൽ വേറെയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുടുംബചിത്രം എന്ന് പറയുമ്പോൾ കുടുംബിനി മാത്രമല്ലല്ലോ, എല്ലാം കുടുംബത്തിൽ അംഗങ്ങൾ വരും. പക്ഷെ സ്ത്രീകളെ ഞാനൊന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഞാനും സത്യനും ഏകദേശം ഞങ്ങളൊരു അരനൂറ്റാണ്ടായിട്ടുള്ള ബന്ധമാണ്. സത്യൻ എന്നെ ഡാ എന്ന് വിളിക്കുകയും അതിനപ്പുറം വേണ്ടാത്ത വാക്കും ചേർത്തവൻ എന്നെ വിളിക്കും, തിരിച്ചും ഞാൻ അവനെ വിളിക്കും. രണ്ടുപേർക്കും ഒരു പ്രശ്നവുമില്ല. അതുപോലെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞങ്ങളുടെ ഒക്കെ ഒരു ഗുരുസ്ഥാനീയനായ പി ചന്ദ്രകുമാർ, ഡയറക്ടർ. മലയാളത്തിൽ ശശികുമാറും M കൃഷ്ണൻ നായരും, ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ 80-ലധികം പടങ്ങളിൽ സംവിധാനം ചെയ്യുകയും അതിൽ 65 പടത്തിന് സഹസംവിധാനം ചെയ്തതാണ് സത്യൻ അന്തിക്കാട്. അതൊരു ലോക റെക്കോർഡാണ്. ലോകത്തിൽ ഒരൊറ്റ സഹസംവിധായകൻ ഒരേ ഡയറക്ടറുടെ പേരിൽ ചെയ്ത ഒരാളുണ്ടാവില്ല. ഈ കാലഘട്ടത്തിൽ അതൊരു അത്ഭുതമാണ്. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ അവസരം കിട്ടാത്തവരും പോലും സംവിധാനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഈ 65 പടത്തിന് പിൻബലം കൊണ്ട് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സംവിധായകനായ എൻ്റെ പ്രിയ സുഹൃത്ത്, മലയാളികളെ പ്രിയ സംവിധായകൻ സത്യൻ അന്തിക്കാടിനും എൻ്റെ അഭിനന്ദനങ്ങൾ. മറ്റൊന്ന്,
ഡൊമിനിക് പ്രസന്റേഷൻ എന്ന് പറയുന്ന മുൻ മന്ത്രി എൻ്റെയും സത്യൻ്റെയും ചന്ദ്രകുമാറിൻ്റെയും വളരെ അടുത്ത സുഹൃത്താണ്. ഇവിടെ ഞാൻ 2019 ഞാനിവിടെ ഈ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 ദിവസമേ ഇവിടെ അത് മുന്നോട്ട് പോയുള്ളൂ. അന്ന് ചന്ദ്രനും സത്യനുമായിരുന്നു തിരുവോളിച്ചത്. പക്ഷെ അന്ന് എല്ലാ പ്രോത്സാഹനം ചെയ്ത പലരും എന്ന് നമ്മോടൊപ്പമില്ല. ജോൺ പോളില്ല, അതേപോലെ തന്നെ ഒരുപാട് പേരൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ മനസ്സിന് വേദന തോന്നുകൊണ്ടും കേൾക്കുന്നവർക്കും അവരെ അറിയുന്നവർക്കും മനസ്സിൻ്റെ കോണുകളിൽ എവിടെയെങ്കിലും ഒരു നേരിയ സങ്കടത്തിൻ്റെ ഒരു അംശം ഉണ്ടാവരുത് എന്നുള്ള ഒരു നിർബന്ധം കൊണ്ടാണ് ഞാൻ ആരെയും പേര് പറയാത്തത്. അദ്ദേഹത്തിന് ഞാൻ അങ്ങേയറ്റം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് നന്ദി. മറ്റൊന്ന് ജയരാജ് വാര്യർ എന്ന എൻ്റെ കുടുംബ സുഹൃത്ത്, നടനാണ്, കാരിക്കേച്ചറിസ്റ്റാണ്, അവതാരകനാണ്, അസാമാന്യമായി ഫലിതം പറയുന്നവരാണ്, അതിനേക്കാളേറെ നന്നായി പാടുന്നവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പേരെടുത്ത് വിളിച്ചാലും പരിഭവമില്ലാത്ത സൗഹൃദമുള്ള ജയരാജ് വാര്യരെ ഞാൻ ക്ഷണിക്കുന്നു. മറ്റൊരാൾ എൻ്റെ നാട്ടുകാരൻ എന്ന് പറയാവുന്ന എൻ്റെ അനിയന് തുല്യം ഞാൻ സ്നേഹിക്കുന്ന കവിയായ ഗാനരചയിതാവായ നാടൻ പാട്ടുകളുടെ മലയാളികളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവന്നും നമ്മൾ പറയുമ്പോൾ നമ്മൾ കലാഭവമണിയെ പറയും. പക്ഷെ അതിനേക്കാൾ മുമ്പ് മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയതാണ് നമ്മുടെ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. നിന്നെ കണ്ടാൽ എന്നെക്കാളും ചന്തം തോന്നും. ആ പാട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ പ്രത്യേകിച്ച് ക്ഷണിക്കുന്നു. മറ്റൊരാൾ വളരെ വളരെ അകലെ നിന്ന് വരികയും എനിക്ക് വേണ്ടി 3-4 പാട്ട് പാടിത്തരാം എന്ന് ഏൽക്കുകയും സത്യനന്ദിക്കാടിൻ്റെ പാട്ട് എനിക്ക് തുടക്കത്തിൽ പാടണം സത്യനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്ത ഗോപാലകൃഷ്ണൻ എന്ന ആ പ്രിയ സുഹൃത്തിന് നമസ്കാരം. അദ്ദേഹത്തിന് കാഴ്ചകളുടെ പരിമിതിയുണ്ട്. അദ്ദേഹത്തിന് നമ്മളെ ഒന്നും വിസിബിൾ അല്ല. നമ്മളെ ആർക്കും അദ്ദേഹത്തിന് നേരിട്ട് നമ്മളെ കാണാൻ കഴിയാത്ത ഒരു വല്ലാത്ത ഒരു ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരിക്കാം. ഒരു മൈനസ് പോയിന്റ് എന്ന നിലയ്ക്കാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ദൈവം കൊടുത്തത് ഏറ്റവും നല്ല ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഞാൻ ആദരിക്കുന്നു. മറ്റൊന്ന് എൻ്റെ ഇതിനെല്ലാ തരത്തിലുള്ള ഡിസൈൻ വർക്കുകൾ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്ത് വിനയലാൽ, ആർട്ടിസ്റ്റ് വിനയലാലിന് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരെടുത്ത് പറയുമ്പോൾ ഇനി ആരൊക്കെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒത്തിരി പേരുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഗോപാലകൃഷ്ണൻ ചെയ്യുന്നതാണ് ഞാൻ വിളിക്കുന്നത്. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയ ശശി ഇവിടെ കൊയിലാണ്ടി, അദ്ദേഹത്തിന് എൻ്റെ നമസ്കാരമുണ്ട്. പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് സ്വല്പം പറയുമ്പോൾ സംസാരിച്ച് പോകുമ്പോൾ എൻ്റെ പേര് ലാസ്റ്റ് പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിഷമം തോന്നുന്ന ഒരാളുണ്ട്. ഇനി പറഞ്ഞില്ലെങ്കിൽ വിഷമം തോന്നുന്ന ഒരാളുണ്ട്. തുമ്പൂർ സുബ്രഹ്മണ്യം. അദ്ദേഹമാണ് ഈ ഇന്നത്തെ ഗാനസന്ധ്യ നയിക്കുന്നത്. തുമ്പൂർ സുബ്രഹ്മണ്യമാഷ്ക്കും എൻ്റെ നന്ദിയുണ്ട്. മറ്റൊന്ന് PR മുരളി. അദ്ദേഹം പുല്ലാമ്പുഴൽ വായിക്കാൻ മാത്രമല്ല സംഗീത സംവിധായകരാണ്. യേശുദാസിൻ്റെ തരങ്കിണി സ്റ്റുഡിയോയിലെ ഒരുവിധം ദാസേട്ടൻ്റെ എല്ലാ പാട്ടുകൾക്കും ഫ്ലൂട്ട് വായിച്ചിട്ടുള്ളത്. എന്തിന് എൻ്റെ പ്രശസ്തമായ നഷ്ടസ്വർഗങ്ങളെ എന്ന എൻ്റെ വീണപ്പൂവിലെ പാട്ടിൻ്റെ ഫ്ലൂട്ട് വായിച്ചതും PR മുരളിയാണ്. അദ്ദേഹത്തിന് എൻ്റെ നന്ദിയുണ്ട്. പിന്നെ എനിക്ക് വേണ്ടി പാടാൻ വന്ന പാട്ടുകാരുണ്ട്. അതിൽ ലത ഗുരുവായൂർ ചിത്രകാരിയാണ്. ലതയെ ഞാൻ
നന്ദിപൂർവ്വം ക്ഷണിക്കുന്നു. പിന്നെ 1-2 സിനിമകളിൽ പാടുകയും എന്നോടൊപ്പം ഖത്തറിലെ ഒരു പ്രോഗ്രാമിന് ഞാൻ പോവുകയും IM വിജയൻ, ലാലു അലക്സാണ്ടറുടെ ഒപ്പം കൂടെ വന്ന വൃന്ദ എന്ന ഗായികയും ഞാൻ നന്ദിപൂർവ്വം ഇവിടെ ഓർമ്മപ്പെടുത്തട്ടെ. പിന്നെ തബല വായിക്കുന്ന, ഞങ്ങളൊക്കെ തൃശ്ശൂർക്കാർ പറയുന്ന തബലായി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന അജയ ഘോഷ്, നല്ല കാര്യം. പാട്ടുകാരും കൂടി തബലും വായിക്കും, തബല വായിച്ചുകൊണ്ട് പാടുകയും ചെയ്യും. പിന്നെ കീബോർഡ് വായിക്കുന്ന ആന്റണി, പിന്നെ ഗിറ്റാർ സത്യാനന്ദൻ, പിന്നെ ബാബു റിതം ബോക്സ്. ഇനി ആരെങ്കിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ ശപിക്കരുത്, ഒരപേക്ഷയുണ്ട്. സൗണ്ട് റെക്കോർഡ്സിന് എന്താ പേര്? മാർട്ടിൻ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്താലും ഇത് കുളമാക്കാൻ വിചാരിച്ചാൽ അതൊരൊറ്റ മനുഷ്യൻ മതി, അല്ലേ സത്യ? ഈ ഒറ്റ ആൾ വിചാരിച്ചാൽ മതി. പിന്നെ ഞങ്ങളൊക്കെ സിനിമ ചെയ്തിട്ട് നല്ല സൗണ്ടൊക്കെ കറക്റ്റ് ചെയ്ത് എൻ്റെ റെക്കോർഡിങ് കറക്റ്റ് നമ്മളൊക്കെ ഞങ്ങൾ സത്യം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് അതിൻ്റെ ഡബിങ് ആയാലും റീ റെക്കോർഡിങ് ആയാലും അതിൻ്റെ മിക്സിങ് ആയാലും ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷേ തിയേറ്ററിൽ വരുമ്പോൾ ഇത് കുളമാക്കുന്നതിൻ്റെ ഓപ്പറേറ്ററാണ് പലപ്പോഴും, നന്നാക്കുന്നതും അവരാണ്. എല്ലാവരോടും നന്ദി. ആരെങ്കിലും ഞാൻ പേര് പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ കൈ വെക്കണം, അപ്പോൾ അവരുടെ പേര് ഞാൻ പറയും. അതല്ലാതെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവസാനം വന്നിട്ട് എന്നെ ചീത്ത വിളിക്കരുത്. പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് ഇസ്മായിൽ, പിന്നെ ദൈവമേ ശാപം കിട്ടിപ്പോയെന്നെ നമ്മുടെ ഗാനഗന്ധവൻ KJ യേശുദാസിൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ KJ പീറ്ററിൻ്റെ മകൻ മരിയാദാസ്. എഴുന്നേറ്റ് നിൽക്കൂ. ആ ദാസേട്ടൻ്റെ നേരെ മൂത്ത ചേട്ടൻ്റെ 90 വയസ്സായി അദ്ദേഹത്തിൻ്റെ. 2 ദിവസം മുമ്പാണ് 90-ാം വയസ്സ് ആഘോഷിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ നമുക്ക് വേണ്ടി 2 പാട്ടുകൾ പാടുന്നുണ്ട്. മുഹമ്മദ് ഇസ്മായിലിൻ്റെ പേര് പറഞ്ഞു. ഇനി ആരെ പറയാനുള്ളത്? ഇനി ആരോടും പറയാനില്ല. എന്തെങ്കിലും സമയം വൈകിപ്പോയി. ഇനി ഇതിൽ എന്തെങ്കിലും സംസാരിക്കാനായിട്ടുള്ള ഒരു സമയം നമുക്ക് അനുവദിച്ചു കൊടുക്കുന്നത് ഞാൻ സത്യനന്ദിക്കാടിനും നമ്മുടെ മുരളി ചീരോത്തിനും നമ്മുടെ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനും പിന്നെ ഇതിന് മൊത്തം അവതാരകനായി നിൽക്കുന്ന ജയരാജ് വാര്യർക്കും. ജയരാജ് വാര്യർക്ക് എന്ത് വേണമെങ്കിലും പറയാം, എപ്പോൾ വേണമെങ്കിലും പറയാം. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി ഫസ്റ്റിൽ തന്നെ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് നല്ലത്. ഒരുപാട് തിരിയുള്ളതുണ്ട്. അതുകൊണ്ട് ഞാൻ നമ്മുടെ ചെയർമാൻ മുരളി ചീരോത്ത്, സംവിധായകൻ സത്യനന്ദിക്കാട്, ഡൊമിനിക് പ്രസന്റേഷൻ ആൻഡ് ജയരാജ് വാര്യർ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ഇവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.